CPM നേതാവ് എം മണിയുടെ കൊലവിളി പ്രസംഗത്തിൽ ഭയമില്ലെന്ന് മുൻ MLA എസ് രാജേന്ദ്രൻ. മൂന്നാറിൽ CPMന്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. താൻ പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ്. അവിടെ എന്തൊക്കെ നടക്കുന്നുവെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും എസ് രാജേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. ഇപ്പോ നമ്മൾ ഇവിടെ 8-ാം തീയതിയാണ് പരിപാടി മെമ്പർഷിപ്പ് എല്ലാം എടുക്കുന്നത്. അതില് നല്ല പോലെയുള്ള ആളുകൾ എത്തിച്ചേരും. അപ്പൊ ഇന്നലെ അവര് പ്രകടനം പൊതുയോഗം വെച്ചിരുന്നു. പ്രകടനം നടന്നില്ല. അത് ഒന്ന് കുളവാക്കുക, പരമാവധി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള നിലയിലാണ് അവർ കാണുന്നത്. അത് ഇപ്പൊ നമ്മൾ ആ പരിപാടി പൊളിക്കാൻ നിന്ന് കൊടുക്കരുത് എന്നാണ് എന്നോട് നേതാക്കന്മാർ വിളിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു. BJP നേതാക്കളെല്ലാം വിളിച്ചിരുന്നു. ഇപ്പൊ പ്രതികരണം വേണ്ട പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാർട്ടിക്കകത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. പേടിയൊന്നുമില്ല, പേടിക്കാനുമില്ല. വെറുതെ ഇപ്പൊ എത്രയോ ആളുകൾ പാർട്ടിക്കകത്തുണ്ടല്ലോ, അവർക്ക് സ്ഥാനമാനം കൊടുത്ത് അവരെ കൊണ്ട് പെൻഷൻ വാങ്ങിക്കായിരുന്നല്ലോ. നല്ല കാര്യമാണ് അത്. നമ്മളെ എന്തെങ്കിലും ഒക്കെ നമ്മളെ ഒരു വികാരപരിതരാക്കി കൊണ്ട് പ്രശ്നങ്ങൾ വഷളാക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അതിനെ പ്രതികരിക്കാനില്ല. ഇനിയിപ്പം BJP മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ഇപ്പൊ ഒരു പബ്ലിക് മീറ്റിംഗ് വേണം, അത് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ആലോചിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പൊ അതിനെ വഷളാക്കരുത്. എന്നോടൊപ്പം തന്നെ ഒരു 1500 ആളുകൾ ആ ദിവസത്തിൽ മെമ്പർഷിപ്പ് എടുക്കും. പിന്നെ പാർട്ടിയുടെ ആളുകൾ വരുന്നത് വരെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ വരുന്നേ. നമ്മൾ പരിപാടി സമ്മതിച്ച് എല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ച് പിന്നെ അതിനെ കലക്കുന്ന നിലയിലേക്ക് നമ്മളൊന്നും പോകരുതല്ലോ. പ്രകടനം ഇന്നലെ അവരുടെ നടന്നില്ലല്ലോ. അതെല്ലാം ദേഷ്യം ഉണ്ടാവുമല്ലോ. സുബിൻ തോമസാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുബിനെ, ഇടുക്കി ജില്ലയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് എസ് രാജേന്ദ്രൻ. അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ BJPയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ CPM വലിയ തോതിൽ പ്രതിരോധത്തിലാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും മണിയാശാന്റെ വെരിട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് തന്നെയാണ് രാജേന്ദ്രൻ പറയുന്നത്, അല്ലേ? അത്തരത്തിൽ തന്നെയാണ്. അതായത് പാർട്ടിയുടെ, അതായത് CPMന്റെ പ്രാരംഭകാലം മുതൽ ഇടുക്കിയിൽ വലിയ രീതിയിൽ ഈ മൂന്നാർ മേഖലയിൽ ഉൾപ്പെടെ ഈ പാർട്ടിക്ക് അണികളെ ചേർക്കുന്നതിൽ ഉൾപ്പെടെ എസ് രാജേന്ദ്രന്റെ പങ്ക് നിർണായകമായിരുന്നു. അത്തരത്തിൽ വലിയ ഈ മൂന്നാർ മേഖലയിലുള്ള വ്യക്തിയാണ് എസ് രാജേന്ദ്രൻ. നിലവിൽ എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിന് പിന്നാലെ നിരവധി മൂന്നാർ മേഖലയിലുള്ള നിരവധി ആളുകൾ BJPയിലേക്ക് ചേരും. അതായത് ഈ CPMൽ നിന്ന് നിരവധി ആളുകൾ BJPയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പ്രകോപിതരായാണ് നിലവിൽ ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു കൊലവിളി നടത്തുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് എന്തായാലും എസ് രാജേന്ദ്രൻ നോക്കിയിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് 8-ാം തീയതി ഒരു പൊതുയോഗം ചേരുന്നുണ്ട്. അവിടെ CPM വിട്ട് 1500-ലധികം പേർ BJPയിൽ ചേരും. ഈ പരിപാടി പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ M മണിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. അതായത് എസ് രാജേന്ദ്രൻ ചത്താലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. ഇത്തരത്തിൽ വൈകാരികനാക്കി പ്രശ്നങ്ങൾ വഷളാക്കാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തകർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള ആഹ്വാനം CPM നേതാക്കൾ നൽകുന്നുണ്ട്. അതിലൊന്നും താൻ ഭയക്കുന്നില്ല, തനിക്ക് പേടിയില്ല. ഈ പാർട്ടി എന്താണെന്നും ഈ പാർട്ടിയിൽ വളർന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതും തനിക്ക് വ്യക്തമായി അറിയാം. അക്കാര്യത്തിലൊന്നും യാതൊരു ഭയവുമില്ല. മൂന്നാർ മേഖലയിൽ തന്റെ പ്രവർത്തനങ്ങൾ എന്താണോ അതുമായി മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു വ്യക്തമായ മറുപടി CPMന് നൽകുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ BJPയിലേക്ക് ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ സുബിൻ, എന്തായാലും ഇടുക്കിയിൽ വളരെ നിർണായകമായൊരു നീക്കമാണ് BJP നടത്തിയത്. എസ് രാജേന്ദ്രനെ പോലെ CPMന്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒരാളായിട്ടുള്ളൊരു വ്യക്തിയാണ് BJPയിലേക്ക് വന്നത്. 1500ഓളം പേർ ഉടൻ തന്നെ CPMൽ നിന്നും ഇടുക്കിയിൽ BJPയിൽ ചേരാൻ പോകുന്നു. അതിൻ്റെ ഒരു ഭാഗത്താണ് M മണിയെപ്പോലുള്ള നേതാക്കൾ രാജേന്ദ്രനെ തല്ലിക്കൊല്ലുമെന്ന രീതിയിലുള്ള ചില പ്രകോപന പ്രസംഗങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്നാൽ തന്നെ ഇതുകൊണ്ടൊന്നും വരട്ടാമെന്ന് ആരും നോക്കേണ്ടതില്ല എന്ന മറുപടിയാണ് എസ് രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. സുബിനാണ് വിവരങ്ങളുമായി ചേർന്നത്.